ഹലോ, ഗ്ലാബോർഡിൽ നിന്ന് നമുക്ക് ആക്ടിവേഷൻ കീ എടുത്തിട്ട് ഓരോരോ നമ്മുടെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക, എവിടെയാണ് ആക്ടിവേഷൻ കീ നിങ്ങൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്ലാബോർഡിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ബട്ടൺ ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ദെൻ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തിട്ട് കറക്റ്റായിട്ട് സൈൻ ഇൻ ചെയ്ത് നമുക്ക് പ്ലാറ്റ്ഫോമിൽ കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. ഡാഷ്ബോർഡ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 4 വര കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് കാണാം. എവിടെയായിട്ട് താഴെ ഏറ്റവും താഴെ മൈ KYCയുടെ താഴെ മൈ ഓർഡേഴ്സ് എന്ന് കണ്ടോ, അവിടെ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അവിടെ നിന്നാണ് നമ്മൾ ആക്ടിവേഷൻ കീ എടുക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മേടിച്ച പ്രോഡക്റ്റാണ് എക്സാംപിക്സ്, IELTS Pro, എഡ്യൂപിക്സ് 3 പ്രോഡക്റ്റ് കിടക്കുന്നുണ്ടോ. ഈ 3 എണ്ണത്തിൻ്റെയും കൂപ്പൺ ലൈസൻസ് കീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അപ്പം 3 പ്രോഡക്റ്റിൻ്റെയും ലൈസൻസ് കീ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്കിപ്പോൾ ഏത് പ്രോഡക്റ്റാണോ ഓപ്പൺ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എഡ്യൂപിക്സ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, എഡ്യൂപിക്സിൻ്റെ കൂപ്പൺ ലൈസൻസ് കീ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോയി തുറന്ന് കൂപ്പൺ കോഡ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. കൂപ്പൺ കീ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. സോ നമുക്കിനി പ്രോഡക്ട്സിലേക്ക് പോവാം. എഡ്യൂപിക്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ 7 ദിവസത്തെ ട്രയൽ കഴിഞ്ഞതാണെങ്കിൽ എൻ്റർ ആക്ടിവേഷൻ കോഡെന്ന് ഇതുപോലെ കാണും. അപ്പോൾ നമ്മുടെ എഡ്യൂപിക്സിൻ്റെ കൂപ്പൺ കോഡ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ. പേസ്റ്റ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ എഡ്യൂപിക്സ് ആക്ടിവേറ്റ് ആയി നമുക്ക് 2 വർഷം സുഖമായിട്ട് എഡ്യൂപിക്സ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് എക്സാംപിക്സ് ആണ്. നിങ്ങൾക്ക് ആപ്പ് വഴി കയറണമെന്നുണ്ടെങ്കിൽ ആപ്പ് വഴി കയറി സൈൻ ഇൻ ചെയ്യാം. ഞാനിപ്പോൾ വെബ്സൈറ്റ് വഴി കയറുകയാണ്, www.exambix.com. ഇതിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു 3 വര കണ്ടോ, ഇവിടെ നമുക്ക് ആക്ടിവേഷൻ കീ കൊടുത്തിട്ട് കയറാം. നമുക്കുടെ ആക്ടിവേഷൻ കീ കണ്ടോ, ഒരു എക്സാമ്പിൾ അവർ കാണിച്ചിട്ടുണ്ട്. നമ്മളവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സാംപിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൂപ്പൺ കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാംപിക്സ് 1 ഇയർ ആക്ടിവേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ നിങ്ങൾക്ക് എക്സാംപിക്സ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ബോർഡാണ്, www.englishboard.in അടിച്ചാൽ നമുക്ക് താഴത്തേക്ക് ഈച്ച് കോഴ്സ് നിങ്ങൾക്ക് ഈ മുകളിൽ കാണാൻ കണ്ട IELTS അക്കാഡമിക്, IELTS ജനറൽ ഉണ്ട്, PT അക്കാഡമിക് ഉണ്ട്, PT കോർ ഉണ്ട്, OET നഴ്സസ് ഉണ്ട്, ബെൽറ്റ്. ഈ ബെൽറ്റ് കോഴ്സസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്നത് കേട്ടോ. അപ്പോൾ ബെൽറ്റ് കോഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോയുടെ ഡീറ്റെയിൽ കിട്ടും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡീം കോഡ് അടിച്ചുകൊണ്ട് നമ്മുടെ കൂപ്പൺ കോഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ IELTS എടുത്താൽ IELTSന് താഴെ നമുക്ക് റെഡീം കോഡ് എന്ന ഓപ്ഷൻ കാണാം. റെഡീം കോഡിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും അതിൻ്റെ ചെക്കൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂപ്പൺ കോഡ് ആക്ടിവേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാവും, എൻ്റർ കൂപ്പൺ കോഡ് എന്ന്. അവിടെ കൊണ്ടുപോയി നമ്മുടെ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിലൂടെ കൂപ്പൺ കോഡ് എവിടെ നിന്ന് എടുക്കാമെന്നും എവിടെ കൊണ്ടുപോയി കൂപ്പൺ കോഡ് കൊടുക്കണമെന്നും നിങ്ങൾക്ക്